വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള 15 തിരുവാക്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഉന്നതമായ ശക്തിയിലേക്ക്, ശക്തി വലയത്തിലേക്ക് കടന്നു വരുവാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. കർത്താവ് ഇല്ലാത്ത സമയത്താണ് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് പിശാച് ബാധിച്ച തൻ്റെ മകനെ കൊണ്ട് ഒരു പിതാവ് കടന്നു വരിക. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്ന് ആ പിതാവ് അവരോട് ആവശ്യപ്പെടുകയാണ് തൻ്റെ മകനെ സുഖപ്പെടുത്തുവാൻ. പക്ഷേ ശിഷ്യന്മാർക്ക് ആ മകനെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് കർത്താവ് വരുമ്പോൾ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷാരത്തെ കാണുന്നത് തിരുവചനം സാക്ഷ്യപ്പെടുത്തുക. കർത്താവ് വരുമ്പോൾ വലിയ തർക്കവും വാദവും നടക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തായിരിക്കും ഈ തർക്കവും വാദവും? തീർച്ചയായും കർത്താവിൻ്റെ ശിഷ്യന്മാരെ ആ പിതാവിൻ്റെ കൂടെ വന്ന് അനേകരെ ചോദ്യം ചെയ്തിട്ടുണ്ടാകും. അവർ ചോദിച്ചു കാണും, എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നസറായനായ യേശുവിൻ്റെ കൂടെ നടക്കുന്ന നിങ്ങൾക്ക് ഇത് കഴിയാത്തത്? ഈ അത്ഭുതം പ്രവർത്തിക്കുവാൻ, ഈ ബാലനെ സുഖപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയാത്തത്? പ്രിയമുള്ളവരെ, അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ കൂനിപ്പോയ ശിഷ്യന്മാരോട് അവർ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവായ യേശു അവരുടെ ഇടയിലേക്ക് വന്ന് ആരായുന്നത്, എന്താണ് നിങ്ങൾ അവരോട് തർക്കിക്കുന്നത്? പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഈ ബാലൻ്റെ പിതാവ് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് യേശുവിനോട് പറയുന്നത് തൻ്റെ രോഗിയായ പിശാച് ബാധിച്ച മകനെക്കുറിച്ച്, ആ മകൻ്റെ ജീവിതത്തിലെ സ്വഭാവ വിശേഷതകളെക്കുറിച്ച്, പൈശാചിക ബാധയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒരു ഡോക്ടറിൻ്റെ മുമ്പിൽ ഒരു രോഗി തൻ്റെ ജീവിതാവസ്ഥ പങ്കുവയ്ക്കും പോലെ രോഗികളുടെ വൈദ്യനായ, ആത്മാവിൻ്റെ വൈദ്യനായ കർത്താവിൻ്റെ അരികിൽ ഈ ബാലൻ്റെ പിതാവ് തൻ്റെ മകൻ്റെ രോഗാവസ്ഥ, അവൻ്റെ ആത്മീയമായ പ്രത്യേകമായ അവസ്ഥയെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വളരെയധികം സഹതാപവും ദയയും ആ പിതാവ് തൻ്റെ മകനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പോലും ഹൃദയങ്ങളിൽ നമുക്ക് അനുഭവപ്പെടും. ആ പിതാവിനോട്, ആ മകനോട് അത്രമാത്രം വൈഷമ്യമേറിയ ദുഃഖത്തിൻ്റെ, വേദനയുടെ, ഒരു പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരവസ്ഥയിലാണ് ആ മകനായിരിക്കുക. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു മകന് ഇപ്രകാരമുള്ളൊരു അവസ്ഥ വന്നാൽ നമ്മൾ എപ്രകാരം നോക്കും? സമൂഹം എങ്ങനെ നോക്കും? ഒരു മകൻ്റെ മേൽ പൈശാചിക ബാധ അവനെ ചിലപ്പോൾ നിലത്ത് തള്ളിയിടുന്നു, അവൻ കിടന്ന് ഉരുളുന്നു, വായിൽ നിന്നും നൊര വരുന്നു, പത വരുന്നു, വികൃതമായൊരവസ്ഥയാണ്. ആരിലും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്ന തൻ്റെ മകനെ ഓർത്തുള്ള വേദനയിൽ നിന്നാണ് ആ പിതാവ് കർത്താവിൻ്റെ അരികിൽ ഈ മകനെ കൊണ്ടുവന്ന് സൗഖ്യത്തിനായി കേണപേക്ഷിക്കുക. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധേയമാണ് ഈ പിതാവ് തൻ്റെ മകനെ സൗഖ്യപ്പെടുത്തുവാൻ കർത്താവിനോട് നടത്തുന്ന അപേക്ഷ. കർത്താവ് അപേക്ഷയിലെ കുറവിനെ തിരിച്ചറിഞ്ഞ് ആ പിതാവിനെ തിരുത്തുന്നുണ്ട്. ആ പിതാവ് കർത്താവിനോട് ചോദിച്ചത്, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ദയതോന്നി ഞങ്ങളെ സഹായിക്കണമേ. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ദയതോന്നി ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല, നിനക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ, ഈ മകൻ്റെ ഈ ദുരിതപൂർണമായ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ നിനക്കാകുമെങ്കിൽ ദയ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്നീ പിതാവ് കർത്താവിൻ്റെ മുമ്പിൽ കേണപേക്ഷിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രത്യുത്തരമായി കർത്താവ് എന്താണ് പറയുന്നത്? കർത്താവ് അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടെ പ്രത്യുത്തരിക്കുകയാണ്, കഴിയുമെങ്കിലെന്നോ, കഴിയുമെങ്കിലെന്നോ എന്നരുൾ ചെയ്തുകൊണ്ട് ഈശോ പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ മുമ്പിൽ, ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല ജനതകളോടും സകല ജനതകളോടും കർത്താവ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്നോട് തന്നെ ചോദിക്കണം, ദൈവത്തിൻ്റെ മുമ്പിലേക്ക്
ഓരോ നിമിഷവും നീ കടന്നു വരുമ്പോൾ നിന്റെ ഉള്ളിലെ ചിന്ത എന്താണ്? നിന്റെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകാം, സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകാം, ദുഃഖത്തിലോ നിരാശയിലോ പ്രതികൂല അവസ്ഥകളിലോ ഒക്കെ ആയിരിക്കാം. ഈ അവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഈ പിതാവിനെ പോലെ അല്ലേ നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്തു തരണം. കർത്താവേ, എന്തെങ്കിലും നിനക്ക് സാധിക്കുമെങ്കിൽ എന്നെ കൈവിടരുത്. പ്രിയമുള്ളവരെ, ഇതിൽ ഒരു അവിശ്വാസം മറഞ്ഞിരിക്കുന്നുണ്ട്. പൂർണ്ണമായൊരു വിശ്വാസം ഈ വാക്കുകൾ പ്രകടമാക്കുന്നില്ല. ഇതുകൊണ്ടാണ് ആ പിതാവിനെ കർത്താവ് അപ്പോൾ തന്നെ തിരുത്തുക. അവനിൽ വിശ്വാസക്കുറവിനെ തിരിച്ചറിയുവാനും അതിനെ പരിഹരിക്കുവാനും കർത്താവ് അവനെ പ്രേരിപ്പിക്കുമ്പോൾ ആ പിതാവ് കർത്തൃതിരുസന്നിധിയിലായിരുന്നുകൊണ്ട് തൻ്റെ അവിശ്വാസത്തിൻ്റെ കുറവിനെ തിരിച്ചറിഞ്ഞ് ആ പിതാവ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ പ്രൈസ് ദി ലോർഡ്, അല്പം കൂടെ ഉറക്കെ പ്രൈസ് ദി ലോർഡ്. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. നമ്മൾ പലപ്പോഴും ദൈവസന്നിധി വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മൾ വിശ്വാസികളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, എൻ്റെ ജീവിതം മുഴുവൻ വിശ്വാസമാണ്, ഞാൻ ഒരു നല്ല വിശ്വാസിയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസം ദൈവദാനമാണ്. വിശ്വാസം ദൈവദാനമാണ്. ആ ദാനത്തിന് വേണ്ടി നിരന്തരമായി നമ്മുടെ ജീവിതത്തെ ഒരുക്കി നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മളാരും മാമോദീസ വെള്ളം വീണതുകൊണ്ട് മാത്രം വിശ്വാസിയാവില്ല. ആ വിശ്വാസത്തിൽ നമ്മൾ അനുദിനം വചനം കേട്ട് ജ്വലിക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടണം. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ ശക്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രകടമാക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയമുള്ളവരെ, ഈ പിതാവ് എൻ്റെ അവിശ്വാസം പരിഹരിച്ചെന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ മകനിലെ പിശാച് ബാധയെ, പിശാചിനെ ശാസിച്ച് ആ മകനിൽ നിന്ന് പുറത്താക്കുകയാണ്. കർത്താവ് പിശാചിനോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, അപേക്ഷിക്കുകയല്ല. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ മാമോദീസ മുങ്ങി യേശുവിൻ്റെ നാമം സ്വീകരിച്ച നമ്മൾ ലോകത്തിൽ തിന്മയുടെ മുമ്പിൽ ഇന്ന് പകച്ചു നിൽക്കുകയാണ്, ഭയപ്പെട്ട് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും തിന്മയോട്, പാപ ആസക്തികളോട്, ലോകത്തോട് നമ്മെ എതിർക്കുന്ന എതിർ ശക്തികളോട് പലപ്പോഴും നമ്മൾ കേണപേക്ഷിക്കുകയാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് മാറിപ്പോ, ഒന്ന് എന്നെ വിട്ടുപോ എന്നാണ് നമ്മൾ പറയുക. പ്രിയമുള്ളവരെ, പിശാചിന്റെ മുമ്പിൽ നാം പകച്ചു നിന്നാൽ, ഭയന്ന് നിന്നാൽ അത് നമ്മളെ കീഴടക്കും. മറിച്ച് പിശാചിന്റെ മുമ്പിൽ, എതിർ ശക്തികളുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ, പാപത്തിന്റെ മുമ്പിൽ, പാപ സാഹചര്യങ്ങളുടെ മുമ്പിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ, ഭയമില്ലാതെ കൽപ്പിച്ചാൽ, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ, പ്രിയമുള്ളവരെ, യേശു നാമത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ശക്തിയും ഈ ഭൂമിയിലില്ല. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇതാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മുഴങ്കാലുകളും അവന്റെ മുമ്പിൽ മടക്കപ്പെടും. കർത്താവായ യേശുവിന്റെ മുമ്പിൽ മടങ്ങപ്പെടാത്ത ഒരു മുട്ടോ ഒരു മുഴങ്കാലോ ആകാശത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ഇല്ല എന്ന് ദൈവ തിരുവചനം അസന്ദിഗ്ധമായി നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. പ്രിയമുള്ളവരെ, യേശു നാമം അറിഞ്ഞ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഭയന്ന് കഴിയുകയാണെങ്കിൽ അവന്റെ ഭയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങളെ, വ്യക്തി ജീവിതത്തെ, വ്യക്തികളെ കീഴടക്കിയിരിക്കുന്ന തിന്മയുടെ ശക്തികളോട്, പാപ ആസക്തികളോട്, പൈശാചികമായ ഉപദ്രവങ്ങളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാൻ മാമോദീസ മുങ്ങിയ സകലർക്കും അധികാരമുണ്ട്. കർത്താവ് നൽകിയിരിക്കുന്നതാണ് ഈ അധികാരം. ഇതാ, സകല പാമ്പുകളുടെയും തേളുകളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് കർത്താവായ യേശു അരുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവർ, യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ച് എൻ്റെ കുടുംബത്തെ അടിമപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ യേശു നാമത്തിൽ എൻ്റെ ഭവനം വിട്ടുപോകുവാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, പൈശാചിക ശക്തികൾ നമ്മുടെ ഭവനം വിട്ടുപോകും. നമ്മൾ ആരിത് ചെയ്യുന്നില്ല.
അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ സകല അന്ധകാര ശക്തികൾക്ക്, കോപത്തിന്, വെറുപ്പിന്, ദുഃഖത്തിന്, നിരാശയ്ക്ക്, ഭയത്തിന്, സകല തരത്തിലുള്ള പാപ ഉപദ്രവങ്ങൾക്ക് അടിമപ്പെട്ട അവസ്ഥയിൽ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി നേടിയ, നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കൃപയുടെയും ജീവന്റെയും സമൃദ്ധിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഈ ജീവിതം എത്ര ധന്യമാണ്, സുന്ദരമാണ് എന്ന് അനുഭവിച്ചറിയാൻ കഴിയാതെ ദുഃഖിച്ചും നിരാശപ്പെട്ടും ഭാരപ്പെട്ടും തളർന്നിരിക്കുകയാണ് ദൈവത്തിന്റെ അനേക മക്കൾ. പ്രിയമുള്ളവർ, നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട ഉയരങ്ങളിലേക്ക്, ക്രിസ്തു നമുക്ക് വേണ്ടി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ പാപപരിഹാരം ചെയ്ത് നമ്മെ വീണ്ടും രക്ഷിച്ച കർത്താവായ ഈശോ ഈ തിരുവചനങ്ങളിലൂടെ നാം എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊരു ഇടവകയിൽ ഇരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഓർക്കുകയാണ്. ഞാൻ ഒരു ഇടവകയിൽ ഇരിക്കുമ്പോൾ ഒരു 12:30 മണിയോടടുത്ത് പള്ളിയുടെ മുറ്റത്ത് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. രാത്രിയിൽ പെട്ടെന്ന് ജീപ്പ് വരുമ്പോൾ പള്ളിയിൽ അച്ഛന്മാർക്ക് ഒരു അങ്കലാപ്പുണ്ടാവും. കാരണം എന്താണ്? എന്തെങ്കിലും മരണവാർത്തയോ ഒപ്പരിശുമയുടെ കാര്യം പറയാനായിരിക്കും അർദ്ധരാത്രി പള്ളി മുറ്റത്തൊക്കെ വണ്ടികൾ വന്ന് നിർത്തുന്നത്, ആരെങ്കിലും വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ ഈ ജീപ്പിൻ്റെ നല്ല ഒച്ച കേട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ഞാൻ ജീപ്പിൽ ആരാണ് വന്നിരിക്കുന്നത് നോക്കി. അപ്പോൾ ജീപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ കൈയും കാലും ഇട്ട് കുതറി നിലവിളിച്ച് അലറിക്കരയുകയാണ്. ഒരു 5-8 പേർ ചേർന്നാണ് ഈ സ്ത്രീയെ ഒരു തരത്തിൽ പിടിച്ച് പള്ളിമേടയിലേക്ക് കൊണ്ടുവന്നത്. ഇവർ കൊണ്ടുവന്നിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ്, അച്ഛ ഈ സ്ത്രീക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഏതാനും മണിക്കൂറുകളായി ഇവൾ ഈ അവസ്ഥയിലാണ്. ഇവളൊരു ആത്മാവ് ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇവൾ പറയുന്നത്. ഇവളൊരു പേര് പറയുന്നുണ്ട്. ആ സ്ത്രീയെ ഞങ്ങൾക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരുടെ അയൽപക്കത്ത് തൂങ്ങി മരിച്ച ഒരു സ്ത്രീയുടെ പേരാണ് ഇവൾ പറയുന്നത്. ഈ പേര് പറഞ്ഞിട്ട് ഇവൾ പറയുകയാണ്, ഞാൻ അവളാണ്, ഞാൻ എല്ലാവരെയും നശിപ്പിക്കും, ഞാൻ ഒരാളെയും വെറുതെ വിടില്ല എന്ന് കോപാക്രാന്തിയായി കൈയും കാലും ഇട്ട് കുതറി ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനൊരു സ്ത്രീ അർദ്ധരാത്രി കൊണ്ടുവന്ന് അച്ഛൻ പ്രാർത്ഥിക്കണം, അച്ഛൻ ഇവളെ നേരെയാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്പം പകപ്പും ഭയമൊക്കെ ഉണ്ടായി. കർത്താവ് ഇവര് എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഈ സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ, ഇവളെങ്ങനെയെങ്കിലും സമാധാനത്തിലാക്കി പറഞ്ഞു വിട്ടില്ലെങ്കിൽ കർത്താവെ നിന്റെ നാമത്തിൻ്റെ മുമ്പിൽ ഞാൻ എളിമപ്പെടുവാൻ ഇടയായി തീരുമല്ലോ എന്നൊക്കെ ഓർത്ത് ഈ സ്ത്രീക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പ്രാർത്ഥിക്കും തോറും ഇവൾ കയ്യും കാലോട്ട് കൊതറാൻ തുടങ്ങി. എല്ലാവരും കയ്യും കാലും മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും അവൾ കൊതറി ചിലരുടെ മുഖത്ത് ചവിട്ടുന്നു, ചിലരുടെ വയറിൽ തൊഴിക്കുന്നു. അവള് കോപാക്രാന്തയായി അലറി വിളിക്കുകയാണ്. ഒരുപാട് നേരം ഞാൻ പ്രാർത്ഥിച്ചു, ഒരു വ്യത്യാസമില്ല. അവസാനം എനിക്ക് തന്നെ ധർമ്മസങ്കടമായി. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അസന്ദിഗ്ധാവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണം? കർത്താവെ, നീ എന്നോട് പറഞ്ഞു തരിക. പ്രിയമുള്ളവരെ, ആ രാത്രിയിൽ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു ജപമാലയാണ്. ഒരു ജപമാല കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഇടവക്കാരൻ ഈ സ്ത്രീയെ കൊണ്ടുവരുവാൻ അവരുടെ കൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, മുറിയിൽ പോയി നീ ഒരു കൊന്ത എടുത്തുകൊണ്ട് കൊണ്ടുവരിക. മുറിയിൽ പോയി അവൻ കൊണ്ടുവന്ന കൊന്ത ജപമാല ആശീർവദിച്ച് ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ത്രീയുടെ കഴുത്തിൽ ഈ ജപമാല ഇടുക. ഈ ജപമാല ഇടാൻ അവർ പരിശ്രമിച്ചിട്ടും അവരെയൊക്കെ തള്ളി മാറ്റുന്നു. അവൾ വീണ്ടും കൊതറുകയാണ്. ഒരു കണക്കിന് കൈയും കാലും കൂട്ടിപ്പിടിച്ച് ഈ ജപമാല ആശീർവദിച്ച ഈ ജപമാല അവളുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ കണ്ണുകളെ പോലെ വിസ്മയിക്കുമാറ് അലറി കുതറി വിളിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീ ഒരു കുഞ്ഞാടിനെ പോലെ ശാന്തയായിട്ട് അവൾ ചോദിക്കുകയാണ്, ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് തോട്ടുവ പള്ളിയല്ലേ? ഇത് പള്ളിയിൽ അച്ഛനല്ലേ? ഈ രാത്രി ഞാൻ എവിടെയാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിയത്? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശക്തി ആ സ്ത്രീയിലേക്ക് ജപമാലയിലൂടെ കടന്നു വന്നപ്പോൾ നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത ദൈവമാതാവിൻ്റെ ഉന്നതമായ മാധ്യസ്ഥം ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ വിടുതലിലേക്ക്
യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവിൽ ആ മകൾ കടന്നു വരികയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത്രമാത്രം ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയായിരുന്നിട്ടും ആ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടും ആ ദൈവത്തെ വേണ്ട പോലെ വിളിക്കാത്തത് കൊണ്ടുമാണ് ദൈവത്തിൻ്റെ മക്കളായ നമ്മളിൽ ആരെങ്കിലും ദുഃഖത്തിലോ നിരാശയിലോ ഭയത്തിലോ വേദനയിലോ കഴിയുന്നുണ്ടെങ്കിൽ അപ്രകാരം കഴിയുവാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു നാമശക്തിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ കഴിയണം. ഈശോ വചനത്തിൽ പറയുകയാണ്, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. നമ്മൾ പല കാര്യങ്ങളും ഇതിലൊന്നും ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കടബാധ്യത ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ട്. കർത്താവിന് ഒരു കെട്ട് നോട്ടുമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ദൈവത്തിന് കഴിയില്ല എന്ന് എനിക്കറിയാം. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? പല കാര്യങ്ങളും നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ദൈവത്തെ നാം അകറ്റി നിർത്തിയിരിക്കുകയാണ്. പല കാര്യങ്ങളിലും, പല ദുഃഖങ്ങളിലും, പല രോഗങ്ങളിലും, പല പ്രതികൂലങ്ങളിലും, പല പ്രതിസന്ധികളിലും, പല പാപ ബലഹീനതകളിലും. ചില ചിന്തിക്കുകയാണ്, ഈ ബലഹീനത എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ളതാണ്. ഈ ബലഹീനതയിൽ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവർ, ഇനി എന്ത് കർത്താവിന് ചെയ്യാൻ പറ്റും? മരിക്കും വരെ ഈ ബലഹീനത എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ പ്രിയമുള്ളവരെ പാപത്തിൽ നമ്മൾ പലപ്പോഴും വേദനയോടെ ആശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആശ്വസിക്കേണ്ടവരല്ല. നമ്മൾ പാപത്തിൽ തിന്മയിൽ മരിക്കുന്ന നിമിഷം വരെ യേശു നാമത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് ലോകത്തോട്, പാപത്തോട്, തിന്മയോട്, പിശാചിനോട് സമരം ചെയ്യേണ്ട ധീര പടയാളികളാണ് കർത്താവിൽ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ അടിമത്തത്തിന്റെ നുഖത്തിന് നമ്മൾ ആരും കീഴ്പ്പെടുവാൻ നമ്മെ രക്ഷിച്ച കർത്താവായ യേശു ആഗ്രഹിക്കുന്നില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ യേശുവിനെ വേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ്, ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരാത്തത് കൊണ്ടാണ് ഏതെങ്കിലും പാപത്തിനോ ബലഹീനതയ്ക്കോ നമ്മൾ അടിമകളായി കഴിയുന്നെങ്കിൽ അതിന്റെ കാരണം. പ്രിയമുള്ളവരെ, ഈ അവസ്ഥയിൽ നിന്ന് കർത്താവായ യേശു നാമത്തെ വെളിപ്പെടുത്തി നൽകുന്ന തിരുവചനത്തെ ആഴത്തിൽ അറിഞ്ഞ് ആ കർത്താവിന്റെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. ഈ കൺവെൻഷന്റെ ഈ സമാപന ദിവസത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ പ്രിയളെ, നമ്മൾ ഒരാൾ പോലും ഒഴിയാതെ നമ്മൾ സകലർക്കും യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചും പ്രത്യാശ അർപ്പിച്ചും ജീവിതത്തിന്റെ സകല മേഖലകളെ രക്ഷകനായി യേശുവിനായി തുറന്നുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയണം. നമ്മളെ അടിമപ്പെടുത്തുന്ന തിന്മയോട്, പാപത്തോട്, ലോകത്തോട്, പിശാചിനോട് യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപേക്ഷിക്കുകയല്ല വേണ്ടത്. നമ്മളെ അനേകം പേര് ലോകത്തോട്, തിന്മയോട് അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും കഴിയുമെങ്കിൽ ഒന്ന് മാറിപ്പോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മനുഷ്യരോട് ഇടപെടുമ്പോൾ നമുക്ക് അനുഭവമുണ്ട്. ചിലരോട് സ്നേഹബുദ്ധിയ പറഞ്ഞാൽ, ചേട്ടാ ഞങ്ങൾ ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയുള്ളൂ, ഞങ്ങൾ അതിര് മാന്തരുത്. സ്നേഹത്തോടെ പറഞ്ഞാൽ ആ ചേട്ടൻ പിന്നെയും നമ്മുടെ അതിര് വന്ന് മാന്തിക്കൊണ്ടിരിക്കും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഒരു ദിവസം കാണുന്ന ചേട്ടനോട്, ചേട്ടാ മേലിൽ യേശുവിന്റെ നാമത്തിലാണ് പറയുന്നത്, ഈ ഞങ്ങൾക്ക് അവകാശപ്പെട്ട അർഹമായി ഈ മണ്ണ് ചേട്ടൻ ഒരിക്കലും ഇനി മാന്തി പോകരുത്, അധികാരത്തോടെ പറഞ്ഞു നോക്കിയേ. പിന്നെ ആ ചേട്ടൻ അതിരിലേക്ക് വരാൻ പേടിയാകും. പ്രിയമുള്ളവരെ, അപേക്ഷിക്കേണ്ടിടത്താണ് അപേക്ഷിക്കേണ്ടത്, കൽപ്പിക്കേണ്ടിടത്ത് കൽപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാറോസൂസ പ്രാർത്ഥനകൾ ചൊല്ലി നമ്മൾ പിശാചിനോട് പോലും അപേക്ഷിക്കുന്നവരായി മാറിയിരിക്കുന്നു. എടപ്പള്ളിയിൽ പോയ വല്യമ്മച്ചിയെ പോലെയാണ്. പുണ്യവാനെയും അതുപോലെ പുണ്യവാൻ വാപിളർന്ന് നിൽക്കുന്ന കാലിനടിയിലിരിക്കുന്ന പാമ്പിനെയും തൊട്ടുമുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം എത്തി നിൽക്കുകയാണ്. ഇതിനെ നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, തിന്മയോട്, പിശാചിനോട് നാം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക തന്നെ വേണം. യേശുവിനോട് നാം അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.